നമസ്കാരം. LSS USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് GK ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത്? ആൻസർ 2013. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കഥകളിയുടെ ഉപജ്ഞാതാവ്. ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത്? മിഴാവ്. മിഴാവ് എന്നതാണ് ആൻസർ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ആൻസർ ഭരതനാട്യം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം ആണ് ആൻസർ. കർണാടകത്തിൻ്റെ കലാരൂപമായ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. ആൻസർ കാസർഗോഡ്. ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ ഉത്സവമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ ഉത്സവമാണ്? ആസാം. ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഗുജറാത്ത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? ആൻസർ പശ്ചിമ ബംഗാൾ. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ഒരു ക്രിസ്തീയ കലാരൂപം ഏതാണ്? ഒരു ക്രിസ്തീയ കലാരൂപം. ചവിട്ടുനാടകം. കേരളത്തിൻ്റെ സ്വന്തമായ നൃത്ത കലാരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തം ഏത്? കേരളത്തിൻ്റെ സ്വന്തമായ നൃത്ത കലാരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തം മോഹിനിയാട്ടം. കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കല ഏത്? കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കല ഏത്? കഥകളി. പടയണി, തെയ്യം, പൂരക്കളി മുതലായ കലകൾക്ക് പൊതുവെ പറയുന്ന പേര് എന്താണ്? പടയണി, തെയ്യം, പൂരക്കളി മുതലായ കലകൾക്ക് പൊതുവെ പറയുന്ന പേര് അനുഷ്ഠാന കലകൾ എന്നാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിൻ ആണ്. വയലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അഭിനയ കലകളിൽ ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ കലാരൂപം ഏതാണ്? ആൻസർ കൂടിയാട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൂടിയാട്ടം അരങ്ങേറുന്ന വേദി ഏതാണ്? കൂടിയാട്ടം അരങ്ങേറുന്ന വേദി കൂത്തമ്പലം. കേരളത്തിൽ കൂടിയാട്ടം പരിശീലിപ്പിക്കുന്ന കേന്ദ്രം ഏത്? കേരളത്തിൽ കൂടിയാട്ടം പരിശീലിപ്പിക്കുന്ന കേന്ദ്രം ഏത്? ആൻസർ മാർഗി. തിരുവനന്തപുരം മാർഗിയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര് എന്താണ്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര് കേരള നടനം.
തപ്പ് പ്രധാന വാദ്യമായ കലാരൂപം. തപ്പ് പ്രധാന വാദ്യമായ കലാരൂപം ഏത്? പടയണി. ആൻസർ പടയണി. കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏതാണ്? കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏത്? ധനാശി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏത്? കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏത്? ഭരണി ഉത്സവം. ഭരണി. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനത് കലാരൂപം ആൻസർ കഥകളി. പോർച്ചുഗീസ് സ്വാധീനത്തിൻ്റെ ഫലമായി വികസിച്ചു വന്ന കലാരൂപം. പോർച്ചുഗീസ് സ്വാധീനത്തിൻ്റെ ഫലമായി വികസിച്ചു വന്ന കലാരൂപം ചവിട്ടുനാടകം. പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല പത്തനംതിട്ട ജില്ല. ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത നാടക കലാരൂപം ഏത്? ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത നാടകീയ കലാരൂപം കൂടിയാട്ടം. കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം ഏത്? കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം ഏത്? ആൻസർ മുടിയാട്ടം. മുടിയാട്ടം എന്നതാണ് കറക്റ്റായ ആൻസർ. വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ കലാരൂപം ഏതാണ്? വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ കലാരൂപം തെയ്യം. മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? ആൻസർ 28 ദിവസത്തെ ആഘോഷമായിരുന്നു. 28 ദിവസം. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം ഏത്? കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം ആൻസർ തലശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയം ഏത്? ആൻസർ കളരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഥകളി നടന്മാർ കാലിൽ ധരിക്കുന്ന ചിലങ്ക ഏതാണ്? ആൻസർ കച്ചാമണി. കഥകളിക്ക് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത കവി ആര്? കഥകളിക്ക് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത കവി വള്ളത്തോൾ നാരായണ മേനോൻ. സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന നൃത്തരൂപം ഏതാണ്? സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂടിയാട്ടം അരങ്ങേറുന്ന വേദി ഏതാണ്? കൂത്തമ്പലം. ആൻസർ കൂത്തമ്പലം. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപം കഥക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ആൻസർ പോർച്ചുഗീസുകാർ. കഥകളിയിലെ അവസാന ചടങ്ങ് ഏതാണ്? ആൻസർ ധനശ്രീ. നെക്സ്റ്റ് ചോദ്യം. കഥകളിയിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം. കഥകളിയിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏത്? കത്തി. കത്തി വേഷമാണ് കൊടുക്കാറ്. ഏത് കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ? ഏത് കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ? കഥകളിയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം
ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴ. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിൻ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.